everyone, welcome to Learnwise. So, ഇന്ന് നമ്മൾ ഒരു പുതിയ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. IGNOUയുടെ BA Honours Psychologyയിലെ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തിനാണ് ഈ റിസർച്ച്? സൈക്കോളജി പഠിക്കുന്ന ഞങ്ങളെന്തിനാണ് റിസർച്ച് പഠിക്കണം എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളിലുണ്ടാകും. സോ നമ്മളീ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിയറീസ് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ റിസർച്ചുകളുടെ ഫലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ലെസണുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പോകാറുണ്ട്. സോ ഇങ്ങനെ നമുക്കും ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാനും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും ഉള്ള ഒരു കഴിവ് നമുക്കും വേണ്ടേ? നമ്മൾ സൈക്കോളജി പഠിച്ചിട്ട് ചില ആളുകൾക്ക് ഇതിൽ ഫർദർ റിസർച്ച് ചെയ്ത് പോയിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നടക്കുന്നത്, ഇതിൻ്റെ റീസൺ എന്തായിരിക്കും പോലെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് പോകാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. ഒരാൾ എന്തുകൊണ്ടായിരിക്കും ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇയാൾ എന്തുകൊണ്ടായിരിക്കും ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ് ഇങ്ങനെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൗതുകം ഉണർത്തിയിട്ടുള്ള ഒരുപാട് ഫാക്ടറുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഇതിനെ റിസർച്ച് ചെയ്ത് പോകാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു പോകാൻ വേണ്ടി നമുക്ക് അറിയണം എങ്ങനെ ഇതിനെ പഠിക്കണം. സയൻറ്റിഫിക്കലി ഈ ഒരു ബിഹേവിയറിനെ നമുക്ക് എങ്ങനെ പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് റിസർച്ചിൽ ഒരു പേപ്പർ മുഴുവനായിട്ട് നമ്മൾ പഠിക്കുന്നത്. കൂടാതെ ഇപ്പം നമുക്കിപ്പം ഇഗ്നോയിൽ BA ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. നമുക്ക് പൊതുവേ റിസർച്ചുകൾ സെമസ്റ്റർ എൻഡിൽ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടാവാറുണ്ട്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ആ റിസർച്ച് ചെയ്യാൻ നമ്മൾ ഡെസർട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ റിസർച്ച് പഠിക്കുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇതിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്, എത്ര ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് എംപീരിക്കൽ മെത്തേഡ്സ് ഇൻ ബിഹേവിയറൽ റിസർച്ച് ആണ്. സോ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ 3 യൂണിറ്റുകളിലായിട്ട് മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സയൻറ്റിഫിക് റിസർച്ച്, അതിൻ്റെ ഗോൾസ് എന്താണ്, നാച്ചർ എന്താണ് ഒരു റിസർച്ചിൻ്റെ എന്നുള്ളതും, അതേപോലെ ഒരു എംപീരിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എംപീരിക്കലി നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാം എന്നുള്ളതും, ഹൈപ്പോത്തസിസിനെ കുറിച്ചിട്ട്, അതേപോലെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ബ്ലോക്കാണ് ബ്ലോക്ക് 2 ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്. അപ്പം ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സുമാണ്. നമുക്കറിയാം നമ്മൾ ഒരു കാര്യത്തിന് അളക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ക്വാളിറ്റീൻ്റെ ബേസിലും അളക്കാൻ പറ്റും, അതേപോലെ അതിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ ബേസിലും നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ 2 തരത്തിലുള്ള മെത്തേഡാണ് പൊതുവെ സയൻറ്റിഫിക് റിസർച്ചിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ്, ക്വാളിറ്റി ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ളത്. സോ ഇതെങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൽ എന്തൊക്കെ ഡ്രോബാക്കുകളുണ്ട്, എന്തൊക്കെ നല്ലതുണ്ട് എന്നുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ബ്ലോക്കാണ് ബ്ലോക്ക് 3 പോപ്പുലേഷൻ ആൻഡ് സാമ്പിളിംഗ്. നമുക്കറിയാം നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പോപ്പുലേഷൻ ഉണ്ടാവും. ഏത് ഏരിയയിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിലാണ് ഈ പോപ്പുലേഷൻ വരിക. അപ്പോൾ നിങ്ങളൊരു ക്രോണിക് ഇൽനെസ് ഉള്ള ആളിലാണെന്നുണ്ടെങ്കിൽ അതൊരു ക്രോണിക് ഇൽനെസ് ഉള്ള ഒരു പോപ്പുലേഷൻ ഉണ്ട്. അതേപോലെ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസ് എന്നുള്ളതൊരു പോപ്പുലേഷനാണ്. ഇതിൽ തന്നെ സ്പെസിഫിക്കേഷൻ വരുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പം ക്രോണിക് ഇൽനെസ് പലതരം ഉണ്ട്. ഇപ്പോൾ കിഡ്നി ഫെയിലിയർ വരുന്നുണ്ട്, ക്യാൻസർ വരുന്നുണ്ട്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അസുഖങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ ക്യാൻസറിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്. സോ ഇതിലേത് സാമ്പിളാണ്, ഏതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതിനെ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്തെടുക്കുന്നതാണ് സാമ്പിളിംഗ് ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പോപ്പുലേഷൻ എന്താണെന്നും സാമ്പിൾ എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള സാമ്പിളിംഗ് ടെക്നിക്സുകൾ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ഈ ഒരു ബ്ലോക്ക് 3. അവസാനത്തെ ബ്ലോക്കാണ് ബ്ലോക്ക് 4 മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ. നമുക്കറിയാം ഇപ്പോൾ ഹൈപ്പോത്തസിസ് എന്താണെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ്സ്, പോപ്പുലേഷൻ, ഇതൊക്കെ നമ്മൾ മുൻ ആയിട്ടുള്ള ബ്ലോക്കുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും 4th ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഈ ആളുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും, എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പോലെയുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്ലോക്കിൻ്റെ ലാസ്റ്റ് യൂണിറ്റിലായിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, നമുക്കൊരു
ടെസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുണ്ട്. സോ ഇത്രയാണ് റിസർച്ചിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബ്ലോക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത്. സോ വഴിയെ നമുക്ക് ഓരോ ലെസണുകളിലായിട്ട് നമുക്കിതിനെ ഇങ്ങനെ അറിഞ്ഞും പഠിച്ചും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം.